ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നോമ്പിന് ഇന്നത്തെ സ്പെഷ്യൽ ഒരു മോമോസ് ആയാലോ. അപ്പോൾ നോമ്പിൻ്റെ റമളാൻ സ്പെഷ്യൽസ് ഒന്നും അധികം ഇട്ടിട്ടില്ല, കാരണം നോമ്പൊക്കെ ആയതുകൊണ്ട് ആ ഒരു തിരക്കിൽ അങ്ങനെ പോയി. അപ്പോൾ ഇന്ന് എന്തായാലും മോമോസ് ഇടാമെന്ന് കരുതിയിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ സ്പെഷ്യലൊന്നും ഇടാത്തേന്ന്. അങ്ങനെ ഇതേ നമ്മൾ സ്പെഷ്യൽ പിടിച്ചോ മോമോസാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മോമോസാണ്. അപ്പോൾ നമുക്ക് ഒരു 300 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ബോൺലെസ് പീസ് ആയിട്ടുള്ള എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ വീട്ടിൽ എത്ര ആളുണ്ട് അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയൊക്കെ എടുക്കാം. ഇവിടെ പേരെ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് 2 പ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ളൊരു ഫില്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. സവാള ഇതേപോലെ സെയിം ചോപ്പറിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതാകുമ്പോൾ നമുക്ക് ഈസിയാണ്, വേഗം പണിയൊക്കെ കഴിയും കേട്ടോ. നമ്മൾ നല്ലൊരു ഹെൽപ്പറാണ് കിച്ചണിലെ. അങ്ങനെ അതേപോലെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നെക്സ്റ്റ് പോർഷനിൽ ഞാൻ ഇതേപോലെ ചതക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് എല്ലാം ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് 2 ടേബിൾ 3 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ തന്നെ സവാളയും ചിക്കനും എല്ലാം കൂടെ ഒരുമിച്ച് ഇടുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം വരും, ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം അത് നമ്മൾ ചിക്കൻ കുക്കായി വരാൻ. അപ്പോൾ ആ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്യാപ്സിക്കം ഇടണം, കുറച്ച് മല്ലിയില ഇട്ട് പിന്നെ ഗരം മസാലയും പെപ്പർ പൗഡറും ഉപ്പും മാത്രമാണ് അതിൽ ഇടുന്നുള്ളൂ. വേറെ മഞ്ഞളും മുളക് പൊടി അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് 2 കപ്പ് 1.25 ടു 2 കപ്പ് മൈദ എടുക്കുക. അതിൽ കുറച്ച് ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും സാധാ നോർമൽ വാട്ടറും വെച്ചിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഓയിൽ സോഫ്റ്റ് ആകാൻ വേണ്ടി 2-3 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരു അരമണിക്കൂർ അവിടെ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളിത് കുറച്ച് മൈദ പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. അതായത് ഒരുപാട് തിക്കാവാനും പാടില്ല, നന്നായിട്ട് നൈസാവാനും പാടില്ല. ഒരു വിധം കുഴപ്പമില്ലാത്ത ഇതേപോലെ നൈസിൽ പരത്തുക. തിക്കായി കഴിഞ്ഞാൽ മോമോസ് ഹാർഡാവും, നൈസായി കഴിഞ്ഞാൽ വേഗം പൊട്ടും പോവും. അപ്പോൾ അതുകൊണ്ട് മോമോസ് കട്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനിത് ഓൺലൈൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം അതിലുണ്ടാവും മോമോസ് കട്ടർ, നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ അതേപോലെ ജസ്റ്റ് നമുക്ക് കട്ടർ വെച്ച് ജസ്റ്റ് മടക്കി കൊടുത്താലും മതി. അപ്പം ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം പണി കഴിയുമെന്ന് മാത്രം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡ് ഇങ്ങനെ ഒപ്പാക്കണം, ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ മതി, നല്ല കുഴപ്പമില്ലാതെ കിട്ടും. പിന്നെ ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ വിളച്ച് കൊടുക്കാം, പല മോഡലും ആക്കാം, പല ഷേപ്പ് ആക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാലും മോമോസ് ഒരു രക്ഷയല്ല കേട്ടോ. ഇതേപോലെ ഇഡ്ഡലി തട്ടിൽ നന്നായിട്ട് ഓയിൽ വറുത്തിട്ട് അതിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് മോമോസ് റെഡിയാവും. നമുക്ക് എന്താ പറയുക, നമ്മുടെ മുളക് ബജി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ 2 ഐറ്റമാണ് ഇന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല അടിപൊളിയായിട്ടുള്ള മോമോസ് 10 മിനിറ്റിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളും വേവണ്ടേന്നുള്ള നിലക്ക് കൂടുതൽ ടൈം കൊടുക്കണം വേവാനായിട്ട്. ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും ഉള്ളും പുറവും കൂടി വേവാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നമ്മളെ മോമോസ് ഇവിടെ ആവി വറുക്കുന്ന മോമോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ടാറ്റാ.